വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ 99 രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ. സിൽക്ക് ഗാർഡൻ, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 232394. അകമല ജനവാസ മേഖലയിൽ നിന്നും വാഴക്കൊമ്പനെ അടിയന്തരമായി തുരത്താനാവശ്യമായ നടപടികൾ ത്വരിതഗതിയിലാക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആവശ്യപ്പെട്ടു. 350 കോടിയോളം രൂപയാണ് സംസ്ഥാനത്തിന് വനത്തിൽ നിന്നുള്ള വരുമാനം. അതിന്റെ പകുതി പോലും വനം മൂലം ജനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ വിനിയോഗിക്കുന്നില്ല. വനം വകുപ്പിന്റെ വാഹനത്തിന് ഡീസൽ അടിക്കാൻ പോലുമുള്ള പണം ലഭ്യമാക്കുന്നില്ലെന്നും അജിത് കുമാർ കുറ്റപ്പെടുത്തി. വാഴക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വനം വകുപ്പ് സംഘം 5 ടീമുകളായി തിരിഞ്ഞ് മേഖലയിൽ തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താനാകാതിരുന്ന വാഴക്കൊമ്പൻ തന്നെയാണ് തിങ്കളാഴ്ച പുലർച്ചെ ചേലക്കര മണ്ഡലത്തിലെ വാഴക്കോടിറങ്ങി കൃഷിനാശം വരുത്തിയത്. തീവണ്ടിപ്പാളത്തിലും സംസ്ഥാന പാതയിലും വാഴക്കൊമ്പന്റെ ആക്രമണം പതിവായിരിക്കുകയാണ്. ഇലപ്പുഴയും ശിശിരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വാഴക്കൊമ്പനെ നിരീക്ഷിക്കുമെന്ന വനം വന്യജീവി വകുപ്പിന്റെ തണുപ്പൻ നയം അംഗീകരിക്കാനാവില്ലെന്നും യുദ്ധകാല അടിസ്ഥാനത്തിൽ വാഴക്കൊമ്പനെ തുരത്തുവാനുള്ള ദൗത്യം ആരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം പ്രദേശത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആനകളൊക്കെ റെയിൽ പാളത്തിൽ കയറിയാൽ അറിയാവുന്നൊരു സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. ഇവിടെയും വാളയാറിലൊക്കെ നമുക്കറിയാം, വാളയാറിൽ നിരന്തരം ആനകൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് വളരെ രൂക്ഷമായ സ്ഥിതിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഈ വിഷയം സംസാരിച്ചു. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവർ 5 ടീമായി കാട്ടിലിറങ്ങി മയക്ക് വെടി വിദഗ്ധർ അതുപോലെ തന്നെ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് പോയി. പക്ഷെ ആനയെ കാണാൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് ഈ തെരച്ചിൽ തുടരാനുള്ള സാമ്പത്തിക സംവിധാനവും മറ്റ് സാഹചര്യങ്ങളോ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. 350 കോടി രൂപ ഒരു വർഷം സർക്കാരിന് വനമേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പകുതി പോലും ഇത്തരം കാര്യങ്ങൾ, ഈ വന്യമൃഗങ്ങൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും കിട്ടാവുന്ന സാഹചര്യമോ അതല്ലെങ്കിൽ കാടിറങ്ങി നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ട്രഞ്ചോ തൂക്കുവേലികളോ സ്ഥാപിക്കാനുള്ള സാഹചര്യമോ ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ആളുകളൊക്കെ തീരുമാനം പറയും, ജനപ്രതിനിധികളും സർക്കാരും ഒക്കെ പ്രഖ്യാപിക്കും ഇനി അവിടെ ഇന്നത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞാലും 5 വർഷം മുമ്പ് വരെ പ്രഖ്യാപിച്ച വൈദ്യുതി വേലികൾ വരെ ഇതുവരെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക ഞെരുക്കമാണ് ഇവിടെ. കേന്ദ്ര സർക്കാരിൻ്റെയാണ് ഒരു മേജർ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടും കൂടി ചേർത്ത് ഈ നമ്മുടെ വനമേഖലയിൽ നിന്നും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാനുള്ള ഒരു സമഗ്ര പദ്ധതി അടിയന്തര സാഹചര്യത്തിൽ ചെയ്തു തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. VCV ന്യൂസ്, വാഴക്കോട്.